ഓരോ കുടുംബത്തിന്റെയും സ്ഥാപനത്തിന്റെയും വിവരങ്ങൾ ഞൊടിയിടയിൽ ഈ കമ്പ്യൂട്ടറിൽ നിന്നും ലഭ്യമാകും. പഞ്ചായത്തിലെ തന്നെ ഉദ്യോഗസ്ഥനായ അബ്ദുൾ ബഷീറാണ് ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത്. കേരളത്തിൽ മുഴുവനും ഫ്രണ്ട് ഓഫീസ് നിലവിൽ വന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൽ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് നല്ല രീതിയിലൊരു സേവനം നൽകാൻ അതിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതിന് പഞ്ചതന്ത്രം എന്ന് പേരിടുകയും ചെയ്തു. അത് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരുന്നു ഈ സോഫ്റ്റ്വെയറിനുണ്ടായിരുന്നത്. ഈ സോഫ്റ്റ്വെയർ ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള ജീവനക്കാർക്കാർക്കും തന്നെ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാനമായിട്ട് ഒരു വിവരവും ഇല്ലായിരുന്നു. ഇത് ഇനി ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഞങ്ങളുടെ പഞ്ചായത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ അവരെല്ലാവരും ലളിതമായിട്ട് ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ പദ്ധതിയാണ് നിങ്ങൾക്കുള്ളത്. തീർച്ചയായും നമ്മുടെ ജഡ്ജസിന് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടാവും. കണ്ണൻ മാഷ് തുടങ്ങാമല്ലേ? പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ പഞ്ചായത്തിലൊരു ജീവനക്കാരൻ വികസിപ്പിച്ചെടുത്തത് വികസനപരമാണോ അല്ലയോ എന്നുള്ളതിൽ തർക്കമുണ്ടാകാം. കാരണം ഇത് ഓഫീസിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ട ഒരു ഉപാധി എന്നുള്ള നിലയ്ക്കാണ്. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, കാരണം അതിൽ വൈദഗ്ധ്യമുള്ള വേറെ ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് അവരതിനെപ്പറ്റി പറയും. എൻ്റെ ചോദ്യം, പഞ്ചായത്തിൽ എത്ര സ്കൂളുകളുണ്ട്? പഞ്ചായത്തിൽ 8 സ്കൂളുകൾ. 8 സ്കൂളുകളുണ്ട്. ആ 8 സ്കൂളുകളിൽ UP LP പഞ്ചായത്തിൽ 5 LP സ്കൂളുണ്ട്, 3 UP സ്കൂളുണ്ട്, 2 ഹൈസ്കൂളുണ്ട്, 1 ഹയർ സെക്കൻഡറി. ഒരു LP UP എല്ലാം ലിങ്ക് ചെയ്ത് വരും. ഒരു സ്കൂളിൽ LP UP ഹൈസ്കൂളും ഉണ്ട്, മറ്റൊരു സ്കൂളിൽ ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്, അങ്ങനെ 8 എണ്ണമുള്ള. ഈ എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ LP സ്കൂളും UP സ്കൂളും പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണല്ലോ അല്ലേ? അവർക്ക് വേണ്ട പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. അപ്പോൾ പ്രാഥമിക സൗകര്യങ്ങളെല്ലാം ഈ സ്കൂളുകളിലുണ്ടോ? സർക്കാർ സ്കൂളുകളിലുള്ള പ്രാഥമിക സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്നുള്ള നിലക്ക് പരമാവധി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 2 സ്കൂളുകളാണ് ഉള്ളത് ഗവൺമെന്റ് തലത്തിലുള്ളത്. LP സ്കൂളുകൾ, ഒന്ന് ഒരു മലപ്പുറം GM LP സ്കൂൾ, കൈതപ്പൊയിൽ GM UP സ്കൂൾ. ഈ സ്കൂളുകളിലൊക്കെ ഞങ്ങൾ 3 സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ സ്കൂളുകളിലും കമ്പ്യൂട്ടർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പ്രത്യേക രൂപത്തിലുള്ള ബേബി ചെയർ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സ്കൂളുകൾക്കും 4 പത്രങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ സമിതി PEC എന്ന് പറയുന്നത് മാസത്തിലൊരിക്കൽ കൃത്യമായിട്ട് ചേരുന്നുണ്ട്. ഇനി ഗവൺമെന്റിന്റെ കമ്പ്യൂട്ടർ കിട്ടാത്ത അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ കമ്പ്യൂട്ടർ കിട്ടാത്ത ആൾക്കാരെ അതാത് നമ്മുടെ PTA കമ്മിറ്റികളുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് അവരതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഓരോ മാസവും കൃത്യമായിട്ട് വിലയിരുത്താറ്. അത് വളരെ നല്ല കാര്യമാണ് ഇപ്പൊ കേട്ടത്. പക്ഷെ ഞാൻ ചോദിക്കും, കൂടാതെ ഞങ്ങൾ പെൺകുട്ടികൾ, എല്ലാ സ്കൂളിലുള്ള പെൺകുട്ടികൾക്ക് സൈക്കിൾ പരിശീലനത്തിന് വേണ്ടിയുള്ള സൈക്കിൾ ഗ്രാമപഞ്ചായത്ത് അതെല്ലാം വളരെ നല്ലതാണ്. പക്ഷെ ഞാൻ ചോദിക്കാൻ കാരണം, ഈ ചോദ്യാവലിയിൽ പൂരിപ്പിച്ചതില് സാർ, അതുകൂടാതെ 1-2 കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ ഉണ്ട് എന്ന് എഴുതിയതിൽ 2 എണ്ണം എന്നാണ് എഴുതിയിട്ടുള്ളത്. 3 ഗവൺമെന്റ് സ്കൂളാണ് ഉള്ളത്. അതെ, ബാക്കിയുള്ളത് എയ്ഡഡ് സ്കൂളുകൾ. അതെ, അപ്പൊ ഈ 2 എണ്ണത്തില് ഈ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ ഉള്ളൂ എന്ന്. ബാക്കിയുള്ള സ്കൂളുകളിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വിസിറ്റ് നടത്തി. എല്ലാ സ്കൂളുകളിലും ഈ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തമായിട്ട് ഈ രൂപത്തിൽ ഇല്ലാത്ത ഒരു സ്കൂളിൽ 2 സെന്റ് സ്ഥലം ഗ്രാമപഞ്ചായത്ത് തന്നെ സറണ്ടർ ചെയ്ത് തന്നിട്ടുണ്ട്. അത് SSIയുടെയും കൂടി സഹായത്തോടു കൂടി അവിടെ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് AKTM LPS മണൽവയൽ എന്ന് പറയുന്നൊരു സ്കൂളിൽ ഉണ്ടാക്കും. കുടിവെള്ളത്തിന് എല്ലാ സ്കൂളുകളിലും സൗകര്യമുണ്ട്. ഉച്ചയൂണ് എല്ലാ സ്കൂളുകളിലും നടക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ സഹായം കൊടുക്കുന്നത് അത് കഞ്ഞിയും പയറും. സംസ്ഥാന ഗവൺമെന്റിന്റെ ചെലവിലാണ് കഞ്ഞിയും പയറും കൊടുക്കുന്നത്. അതിൽ അധികമായിട്ട് കൊടുക്കാൻ പഞ്ചായത്ത് അതിലധികമായിട്ട് ആഴ്ചയിലെ മുട്ട കൊടുക്കുന്നുണ്ട്, ചില ദിവസങ്ങളിൽ പഴം കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവിടുത്തെ PTA കൂടി ശ്രമപരമായിട്ട് കൊടുക്കുന്നു. ശരി. എനിക്കറിയാനുള്ളത്, ഈ ആനശല്യം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി പഞ്ചായത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ വിള നശിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ക്രോപ്പ് ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സമീപകാലത്ത് ഗവൺമെൻറ് ആ രൂപത്തിലുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കുന്നു. ഞങ്ങൾക്കൊരു 10-20 കിലോമീറ്ററോളം വനാതിർത്തി ഉള്ളതുകൊണ്ട് കാട്ടാനയും കാട്ടുപന്നി അത് വ്യാപകമായിട്ട് ഇറങ്ങി വന്ന് കൃഷി നശിപ്പിക്കുക. അവിടെ മാത്രമല്ല, അതുകൊണ്ട് ഇറങ്ങി കുറേ കാട്ടുപന്നിയുടെ ശല്യമാണെങ്കിൽ വനാതിർത്തിയിൽ നിന്ന് 5-6 കിലോമീറ്റർ ഇപ്പുറം വരെ വന്ന് നശിപ്പിക്കും. അതിന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്ര റിസ്ക് ഉള്ള ഒരു പ്രവൃത്തിയായിട്ട് പോലും ഞങ്ങളുടെ NREGS ഈ രൂപത്തിൽ ഈ വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു പ്രാധാന്യവും പ്രാമുഖ്യവും ഞങ്ങൾ കൊടുക്കേണ്ടി വന്നു. ട്രെഞ്ച് നിർമ്മാണം പൂർത്തിയായോ? നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഒരു മെമ്പറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കണ്ടൊരു ട്രെഞ്ച് നിർമ്മാണം നടക്കുന്നത്.
4 വാർഡുകളിലായിട്ട് ഇപ്പോൾ ട്രെഞ്ച് നിർമ്മാണം നടക്കുന്നുണ്ട്. 19, 20, 1, 2, 5 വാർഡുകളിൽ 5 വാർഡുകളിൽ 5 വാർഡുകളുടെ മേഖലയിലാണ് പ്രധാനമായിട്ടും വനാതിർത്തി ഉള്ളത്. എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള ഒരു ഇതിൻ്റെ അറിവ് വെച്ചിട്ടാണോ ഇത് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉപദേശങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? വനാതിർത്തിയിലെ ട്രെഞ്ച് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വന ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ, ഫോറസ്റ്ററും ബാക്കിയുള്ള ആൾക്കാരും അവിടെ ഉണ്ടാവും. അവരതിന് കുറ്റിയൊക്കെ അടിച്ചു തരും. അങ്ങ് ഭാഗത്തേക്ക് അടക്കരുത്, ഇങ്ങ ഭാഗത്തേക്ക് അത് വെക്കും. ബാക്കിയുള്ള സാങ്കേതികത്വമൊക്കെ ഇവരുടെ തന്നെ സ്വന്തം സാങ്കേതികത്വം. എനിക്ക് ആ ആന കിടങ്ങ് കണ്ടപ്പോൾ ചില ഉത്കണ്ഠകൾ തോന്നി. അത് ഫോറസ്റ്റിന്റെ അതിർത്തിക്ക് അകത്താണോ ചെയ്യുന്നത്, പുറത്താണോ? അതിരേല് ഫോറസ്റ്റിന്റെ ബൗണ്ടറിയുടെ പുറത്ത്. ബൗണ്ടറിയുടെ പുറത്താണ്, ജണ്ടയുടെ ഇപ്പുറത്ത്. അപ്പൊ സ്വകാര്യ ഭൂമിയിലൂടെ, സ്വകാര്യ ഭൂമിയും വരും വനഭൂമിയും വരും, രണ്ടും. അത് ഈ ഫോറസ്റ്റിന്റെ അതിർത്തി കോണ്ടൂർ അനുസരിച്ചല്ല. ഈ കോണ്ടൂറിനെ കുറുകയും ഒക്കെ പോകുന്നതുകൊണ്ട് വളരെ സ്റ്റീപ്പായിട്ടുള്ള ഇറക്കങ്ങൾ, കയറ്റങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. അത് വളരെ രൂക്ഷമായ മണ്ണൊലിപ്പിനും വെള്ളം കുത്തിയൊലിച്ച് ഉണ്ടാകുന്ന നാശങ്ങൾക്കും കാരണമാവൂലേ? ഇത് വളരെ അശാസ്ത്രീയമായ ഒരു സംഗതിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണങ്ങളുണ്ട്. ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചുകൊണ്ട് ശാസ്ത്രീയമാകണമെന്നില്ല. അതല്ല, ഈ മണ്ണൊലിച്ച് മണ്ണൊലിപ്പുണ്ടാകാതിരിക്കാൻ സ്ഥലങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കിയാൽ പിന്നെ അതിലൂടെ ആനയും അവിടെ ബദൽ സംവിധാനങ്ങൾ ചെയ്യും. കടും കുത്തനെയുള്ള സ്ഥലത്ത് ഇതിന്റെ ആവശ്യമില്ല. അല്ല, കുത്തനെ വളരെ കുത്തനെയല്ല, അതിലേക്കൂടി ആന കടക്കില്ല. സ്വാഭാവികമായ നീരൊഴുക്ക് പരിഗണിക്കാതെ, നീർച്ചാലുകൾ ഒഴിവാക്കണമെന്ന് അവർ പ്രത്യേക നിർദ്ദേശം. ഒഴിവാക്കിയാൽ അതിലൂടെ ആന വരില്ലേ? ഇല്ല, അവിടെ ഞങ്ങൾ പകരം സംവിധാനങ്ങൾ ചെയ്യും. എന്ത് സംവിധാനമാണ്? നീർച്ചാലുകളിലേക്ക് അഗൈവ എന്ന് പറയുന്ന ഒരുതരം മുൾച്ചെടി നട്ട് വളർത്തുന്നുണ്ട്. അഗൈവ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പ്രത്യേകമായിട്ട് നട്ടാ പോരെ? അതല്ല, ഇത് നീർച്ചാലുകളിൽ ഞങ്ങൾ ട്രെഞ്ചിൽ നിന്ന് ഉയർത്തിയെടുക്കുന്ന പാറക്കല്ലുകൾ ഗ്യാപ്പിട്ട് അടുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളിൽ കൂടെ വെള്ളം ഒഴുകിപ്പോകും. വന്യമൃഗങ്ങൾ അതിന് മേളിൽ കൂടെ കയറി ഇപ്പുറത്തേക്ക് കടക്കില്ല. അതെ, അപ്പൊ നേരത്തെ ചോദിച്ചപ്പോ ഇതിനെന്തെങ്കിലും സാങ്കേതിക ഡയറക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അത് ഈ കുടുംബശ്രീയിലെ സ്വയം സഹായ സംഘത്തിന്റെ വൈദഗ്ധ്യത്തിന് വിടുകയാണോ ചെയ്യേണ്ടത്? അല്ലല്ല, അത് ആ തൊഴിലാളികൾ അപ്പൊ ഓരോ സാഹചര്യം വരുമ്പോ അതിനുള്ള പ്രതിരോധം അവർക്ക് തന്നെ. അത് മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് അതറിയാം. ഈ കല്ലും എടുക്കാൻ പറ്റില്ല, ട്രെഞ്ചും എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളാണ് അഗൈവ എന്ന് പറയുന്ന മുള്ളുള്ള ഒരു ചെടിയുണ്ട്. അത് നട്ടുവെക്കും. അതല്ലേ കുറച്ചുകൂടി ഫലപ്രദം. ട്രെഞ്ച് നിങ്ങളുടെ ചിത്രത്തിൽ കണ്ടതനുസരിച്ചിട്ട് രൂക്ഷമായ കുത്തൊഴുക്കിനും മണ്ണൊലിപ്പിനും കാരണമാകും. ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് അതിപ്പോൾ ലിനക്സ് ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അല്ല സർ, വിൻഡോസ് ആണ് പഞ്ചായത്തുകളെല്ലാം ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വിൻഡോസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് അപ്പോൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ, വിൻഡോസ് ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ അല്ല, വിൻഡോസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ തന്നെയാണ്. വിൻഡോസ് ബേസ്ഡ് തന്നെയാണ് അല്ലേ? അത് ശരി. അപ്പോൾ IKM നിന്ന് കിട്ടിയത് ഉപയോഗിക്കുന്നുണ്ട്, കിട്ടാത്ത സേവനങ്ങൾക്ക് നിങ്ങളുടേത് ഉപയോഗിക്കുന്നു. നിലവിൽ IKM തന്നിരിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ട്രഷറി ബില്ല് തയ്യാറാക്കുന്നതിന് സോഫ്റ്റ്വെയർ ലഭ്യമായിട്ടില്ല. കൂടാതെ ഫ്രണ്ട് ഓഫീസിന്റെ ഉത്തരവ് വന്ന സമയത്ത് ഫ്രണ്ട് ഓഫീസിൽ വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്രണ്ട് ഓഫീസിൽ വരുന്ന ഒരാളെയും അകത്തേക്ക് കയറ്റരുത് എന്നാണ് നിർദ്ദേശം. അപ്പോൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്ന ഏതൊരാൾക്കും ഞങ്ങൾ അവിടെ DD കൊടുക്കുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഒരു തരത്തിലും ഒരു സുതാര്യത നഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു സംവിധാനമാണ് ആ സോഫ്റ്റ്വെയറിൽ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പരിധി വരെ അഴിമതിയില്ല, ഒരു പരിധിയല്ല, പൂർണ്ണമായിട്ടും തന്നെ അഴിമതി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ റോഡുകളുടെ ബില്ലടക്കം ഫ്രണ്ട് ഓഫീസിലൂടെ അല്ല, ബില്ലുകളൊക്കെ കൊടുക്കാൻ ഇപ്പൊ ഒരാള് റോഡിന്റെ പണി പൂർത്തീകരിച്ചാൽ ആ ബില്ല് ഫ്രണ്ട് ഓഫീസിൽ വന്ന് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാം. മുമ്പ് പ്രസിഡന്റിനെ കാണണം, എഞ്ചിനീയറെ ബിൽഡിംഗ് പെർമിറ്റിന് അതിനൊക്കെയാണ് വലിയ. അതാണ് സാർ, പാവപ്പെട്ട ആളുകൾ ഫ്രണ്ട് ഓഫീസിൽ വന്ന് അവരുടെ കാര്യം അവിടെ നിന്ന് തന്നെ നടത്തി പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് സാർ. ആരെങ്കിലും ഒരാൾ ചെക്കിന്, വ്യക്തിഗത ഗുണഭോക്താക്കൾക്കൊക്കെ ചെക്ക് നൽകേണ്ടതുണ്ട്. അവർക്ക് ഫ്രണ്ട് ഓഫീസിൽ നിന്നാണ് ചെക്ക്. അഴിമതി ഇല്ലാതായി എന്നുള്ളതിന് എന്തെങ്കിലും ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ അവിടെ? സോഷ്യൽ ഓഡിറ്റ് നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് നടത്തിയത്? നമ്മളെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ 2 മാസത്തിലൊരിക്കൽ ഭരണസമിതി യോഗം ചേരും. വേറെ എന്തെങ്കിലും ഒരു പരാതി അവിടെ സോഷ്യൽ ഓഡിറ്റ് അതിന്റെ മെത്തഡോളജി എങ്ങനെയാണ്? ഉദ്യോഗസ്ഥന്മാരും ഭരണസമിതിയും കൂടെയാണോ നടത്തിയത്? ഉദ്യോഗസ്ഥന്മാരും ഭരണസമിതിയും പുറമേ നിന്നുള്ള പൊതുപ്രവർത്തകരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സോഷ്യൽ. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കിട്ടുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും അവരും കൂടെ ഉൾപ്പെടും. ഈ ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും അല്ലാത്തവരാണ് സോഷ്യൽ ഓഡിറ്റ് ചെയ്യേണ്ടത്. അവിടെ വളരെ പ്രധാനപ്പെട്ട നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന ഒരു മേഖലയാണ്. ഈ നാണ്യവിള മേഖലയിൽ ആ പ്രദേശത്ത് കൃഷിക്കാരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം വിറ്റഴിക്കുന്നതിനുള്ള സൗകര്യക്കുറവാണ്. അപ്പോൾ മികച്ച വിപണന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ട്
കൃഷിക്കാർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?